Good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning. Okay. Patient relation officer എടുത്തിട്ടില്ലല്ലോ ഇതും കൂടി ഇല്ലേ പോയോ എല്ലാവരും കേൾക്കുന്നില്ലേ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ, PRO അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് PRO, ഹോസ്പിറ്റൽ PRO. എന്താണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല്? Patient relation officers are responsible for managing the relationship between healthcare providers and patients. എന്താണ് ഒരു PRO എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരെയും രോഗികളെയും തമ്മിലുള്ള ബന്ധം അല്ലെ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവര് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഒരു PRO ആണ് അല്ലെ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നു? They work with the doctors, nurses, hospitals, pharmaceutical companies, etc. to make sure that all parties involved in a patient's care pleased with their experience. എന്താണ് പറയുന്നത്? അതായത് ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പരിചരണദാതാക്കളും അല്ലെ, ഡോക്ടേഴ്സ്, നഴ്സസ്, ഇവരിൽ നിന്നുള്ള നല്ലൊരു എക്സ്പീരിയൻസ് രോഗികൾക്ക് കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ, കേൾക്കുന്നില്ലേ നിങ്ങള്? മെസ്സേജ് ഒന്നും കാണുന്നില്ല കേട്ടോ. യെസ് ഉണ്ട്. എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരും അതായത് ഹെൽത്ത് കെയർ സ്റ്റാഫുകളും അല്ലെ, അവരെയും രോഗികളെയും തമ്മിലുള്ള ബന്ധം അല്ലെ, അവർ തമ്മിൽ കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കാണ്. ഓക്കെ, ഒരു രോഗിയുടെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും, അതായത് ഡോക്ടേഴ്സ്, നഴ്സ്, ഹോസ്പിറ്റൽ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഒക്കെ, ഇവരിൽ നിന്നുള്ള നല്ലൊരു എക്സ്പീരിയൻസ് പേഷ്യൻസിന് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പേഷ്യൻസിന് നൽകുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത് PROമാരാണ്. ദെൻ എന്തൊക്കെയാണ് PROന്റെ സ്പെഷ്യൽ ഡ്യൂട്ടീസുകൾ അല്ലെ, ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവർ ഹോസ്പിറ്റലിൽ നിറവേറ്റുന്നത് നോക്കാം. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ജോബ് ഡ്യൂട്ടീസ് എന്താണ്? എ പേഷ്യന്റ് റിലേഷൻ മാനേജർ ടിപ്പിക്കലി ഹാസ് ആൻ എക്സ്പെൻസീവ് റേഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ മൊത്തം കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് അല്ലെ, വൈഡ് ആയിട്ടൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ്, ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളാണ് അവര് അവിടെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. Ensuring that patients are comfortable during their visit by greeting them warmly. എന്താണ്? രോഗികൾ എന്ത് ചെയ്യുന്നുണ്ട്? കംഫർട്ടബിൾ ആയിട്ട് അവരെ ഗ്രീറ്റ് ചെയ്യുന്നു അല്ലെ, പേഷ്യൻസിനെ കംഫർട്ടബിൾ ആയിട്ട് ഗ്രീറ്റ് ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു. Then making sure that patients are aware of any changes in their treatment plans or medical conditions and informing them of any inconvenient appointments. എന്താണ്? അതായത് രോഗികളുടെ ചികിത്സാ സമയത്ത് അല്ലെ, രോഗികൾക്ക് അവരുടെ ചികിത്സാ പദ്ധതികളെ കുറിച്ചിട്ട് ഏതെങ്കിലും ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, അതിന്റെ കണ്ടീഷൻസിലെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഇൻഫോർമേഷൻ കൊടുക്കുന്നത് PROമാരാണ്. ഓക്കെ, അതായത് ഒരു പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിൽ ഏതെങ്കിലും ആ ട്രീറ്റ്മെന്റ് പ്ലാൻസുകളിൽ
എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കുന്നത് PRO മാരാണ്. ഓക്കെ. Then arranging for transportation to from appointments as needed. Arranging for transportation. ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്? ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്? യെസ്, ആംബുലൻസ്. നിങ്ങൾ ഓക്കെ, ആംബുലൻസ് സർവീസസ് അല്ലേ? അത് മാത്രമല്ല, എന്തെങ്കിലും ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ കുറവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആംബുലൻസ് അല്ലാതെ തന്നെ മറ്റു വാഹനങ്ങൾ അവിടെ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പൊ അത്തരത്തില് വരാൻ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് PROന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. Then providing emotional backup to patients. പേഷ്യൻസിന് ഒരു ഇമോഷണൽ ബാക്കപ്പ് അല്ലെ, പേഷ്യൻസിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, അവർക്കൊരു എന്താണ് അവരെ കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇൻക്ലൂഡിങ് ആൻസറിങ് പേഷ്യന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓഫറിങ് അഷ്വറൻസ്. എന്താണ് അവരുടെ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടികൾ നൽകുകയും അതുപോലെ തന്നെ എന്താണ് അവരുടെ ചികിത്സയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നില്ല. അവരുടെ ചികിത്സ എത്രത്തോളം അവരുടെ കൈകളിൽ ഭദ്രമാണെന്നുള്ളത് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുന്നത് PROന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അതായത് പേഷ്യൻസിനെ കൂടുതൽ കംഫർട്ടബിൾ ആക്കി വെക്കാത്ത ട്രീറ്റ്മെന്റ് ഇവിടെ എന്താണ് ഉറപ്പ് തരുന്ന രീതിയിലാണെന്നുള്ളത് വ്യക്തമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക. ഓക്കെ അല്ലേ? സ്ലോലി പറയണോ? പതിയെ പറയണോ? ഓക്കെ. Then coordinating with physicians and other healthcare professionals to make sure that all needs are met during patient visit. Coordinating with the physicians. എന്താണ് ഹോസ്പിറ്റൽ വിസിറ്റില് ഫിസിഷ്യൻസ്മാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ആണ് എന്ത് പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യുന്ന സമയം അല്ലെ, ആ ഒരു ടൈമിൽ അവരുടെ നീഡ്സ് അവരുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് അവർക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? PRO ആണ്. ഇതാണ് രോഗികളുടെ സന്ദർശന വേളയിൽ രോഗികൾ വിസിറ്റ് ചെയ്യുന്ന ടൈമില് ഫിസിഷ്യന്മാരും അതുപോലെ തന്നെ ആരൊക്കെയാണ് വിസിറ്റ് ചെയ്യുന്നത് അവിടെ? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും അല്ലെ, ഡയറ്റീഷ്യൻസ്, ദെൻ ഡോക്ടേഴ്സ് അല്ലെ, ഇത്തരം വ്യക്തികളാണ് പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യുന്നത്. ആ സമയത്തിൽ അവരെ വിസിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അവരുടെ ആവശ്യങ്ങള് എന്താണ് ചോദിച്ചറിയാനുള്ള ഒരു ഉത്തരവാദിത്വം കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് PROന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. Then maintain exact record of patient, meeting with the physician, nurses and other staff members. എന്താണ് അവിടുത്തെ എല്ലാ റെക്കോർഡ്സുകളും മീറ്റിംഗ്സുകളും എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് PRO ആണ്. അവരുടെയൊക്കെ ഫിസിഷ്യൻസ്, നഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ. ഓക്കെ. ഇവിടെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നതും അവരുടെ ഡ്യൂട്ടീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും PRO ആണ്. ഓക്കെ. ഓക്കെ ആണോ? ആ പോയിന്റ് ഓക്കെ ആണോ? Then setting patient complaints, concerns and questions about treatment plans, diagnosis. എന്താണ് രോഗികളിൽ നിന്നുള്ള കംപ്ലൈൻസുകൾ അല്ലെ, പരാതികള്, കൺസേൺസ് എന്താണ് ഉത്കണ്ഠകള്, ക്വസ്റ്റ്യൻസ് അല്ലെ, അവർക്കുണ്ടാവുന്ന പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാതികളും അതുപോലെ തന്നെ ഉത്കണ്ഠകളും ഒക്കെ നിറവേറ്റുന്നത്, ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡയഗ്നോസിസിനെ കുറിച്ചിട്ടുള്ള ചികിത്സനെ കുറിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും പരാതികളും ഒക്കെ ഡീൽ ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതും PROന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. ഓക്കെ ആണോ? നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലോ അതൊക്കെ. സെറ്റിംഗ് പേഷ്യന്റ് കംപ്ലൈൻസ്, കൺസേൺസ് ആൻഡ് ക്വസ്റ്റ്യൻ അബൌട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻ, ഡയഗ്നോസിസ്. ഓക്കെ.
അതായത് അവരുടെ പരാതികളൊക്കെ ക്രമീകരിക്കുന്നത് PRO ആണ്. Then making patients aware of health service and facilities available for patients at hospital. എന്താണ്? ഹോസ്പിറ്റൽ ലഭ്യമാകുന്ന എല്ലാ ആരോഗ്യ സേവനങ്ങളെ കുറിച്ചും അല്ലെ, എന്തെല്ലാം ഹെൽത്ത് സർവീസുകളാണ്, എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് പേഷ്യൻസിന് അവൈലബിൾ ആവുന്നതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് അല്ലെ, ഒരു ബോധവൽക്കരണം കൊടുക്കുന്നത് ആരാണ്? PRO ആണ്. ഓക്കെ, മേക്കിംഗ് പേഷ്യൻസ് അവെയർ ഓഫ് ഹെൽത്ത് സർവീസ്, പേഷ്യൻസിന് ഹെൽത്ത് സർവീസിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നത് PROന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഓക്കെ ആണോ? Investigate and convey complaints or problems to appropriate health department of the hospital. Investigate and convey complaints or problems to appropriate head of the department of the hospital. എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരാതികള് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഷെയർ ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നത് PROന്റെ ഡ്യൂട്ടിയാണ്. അതായത് ഹോസ്പിറ്റലുമായിട്ട് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ്സുകൾ, പരാതികൾ, അതിന്റെ പ്രശ്നങ്ങൾ, അതൊക്കെ പരിഹരിക്കുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൺവേ ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് PRO ആണ്. Assist in setting conflicts and act as an intermediary between patients, families and staff. എന്താണ്? അസിസ്റ്റ് ഇൻ സെറ്റിംഗ് കോൺഫ്ലിക്ട്സ്, ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ, അതായത് പേഷ്യൻസോ സ്റ്റാഫുകളോ ഫാമിലി മെമ്പേഴ്സോ ആയിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ, കോൺഫ്ലിക്ട്സുകൾ, തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത് PRO ആണ്. ഓക്കെ, ഓക്കെ, ഇതാണോ പറയേണ്ടത്? അസിസ്റ്റ് സെറ്റിംഗ് കോൺഫ്ലിക്ട്സ് ആണോ ഒന്നുകൂടി പറയാൻ പറഞ്ഞത്? ഹസീന, ഏത് പോയിന്റ് ആണോ? Assist in setting conflicts and act as an intermediary between patients, families and staff. അതായത് ഹോസ്പിറ്റലില് എന്തെങ്കിലും തർക്കങ്ങളോ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായാൽ, പേഷ്യൻസോ സ്റ്റാഫ് മെമ്പേഴ്സോ ആയിട്ട് തർക്കങ്ങൾ ഉണ്ടായാൽ അതൊക്കെ പരിഹരിക്കുന്നത് PROയുടെ ഡ്യൂട്ടിയാണ്. അതൊക്കെ അസിസ്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് PROയുടെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, then collect data and information about patient feedback and make recommendations appropriately. എന്താണ്? പേഷ്യൻസിൽ നിന്നുള്ള ഫീഡ്ബാക്സ് അല്ലെ, ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കുകൾ, അതിന് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുകയും എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് എന്താണ്, എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടോ എന്നുള്ളത് ആ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തുന്നതിനുള്ള അധികാരവും PROന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, okay, then explain policies, procedures or services to unknown patients by using medical administrative knowledge. Explaining policies, procedures or services to unknown patients by using medical administrative knowledge. എന്താണ്? അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയേഴ്സ്, പോളിസീസ്, ഒക്കെ സർവീസസിനെ കുറിച്ചിട്ട് അറിയാത്തവർ അല്ലെ, അൺനോൺ ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെ, അറിയാതെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ അതുമായിട്ട് ഹോസ്പിറ്റലിന്റെ പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് PRO ആണ്. നമ്മളെല്ലാ എൻക്വയറീസും അവിടെ PROന്റെ നിന്നാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറില്ല, അതൊക്കെ PROയിൽ നിന്നാണ് നമ്മൾ അവരുടെ പോളിസീസ് എന്താണ്, പ്രൊസീജിയേഴ്സ് എന്താണെന്നൊക്കെ കൃത്യമായി ചോദിച്ചറിയുന്നത് PROയിൽ നിന്നാണ്. ഓക്കെ, then monitoring and analyzing the patient's rights and responsibilities. Monitoring and analyzing the patient's rights and responsibilities. എന്താണ്?
രോഗിയുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും നിരീക്ഷിക്കുകയും അഥവാ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എന്താണ്? രോഗിയുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒബ്സർവ് ചെയ്യുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? മാനേജിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. ഓക്കെ. എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്ന ഡ്യൂട്ടിയാണ് പേഷ്യന്റ് കെയർ ഓഫീസർ പ്രധാനമായും ചെയ്യുന്നത്. ഓക്കെ. ഇനി എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ? എന്തൊക്കെയാണ്? എക്സ്പെൻസീവ് റേഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു PROനുള്ളത് അല്ലെ. അദ്ദേഹത്തിന്റെ ജോബ് ഡ്യൂട്ടീസുകൾ എന്തെല്ലാം ഉൾപ്പെടുന്നു? അദ്ദേഹമാണ് പേഷ്യൻസിനെ നന്നായിട്ട് ഗ്രീറ്റ് ചെയ്യുന്നത്, കംഫോർട്ടബിൾ ആക്കി ഗ്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? മേക്കിംഗ് ഷുവർ ദാറ്റ് പേഷ്യൻസ് അവെയർ ഓഫ് ചേഞ്ചിങ് ദെയർ ട്രീറ്റ്മെന്റ്. അതായത് അവരുടെ ട്രീറ്റ്മെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ, ആ ട്രീറ്റ്മെന്റ് നടക്കുന്ന പ്രോസസ്സിൽ ഏതെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റി വ്യക്തമായിട്ട് അവർ ഇൻഫോം ചെയ്യുന്നത് PRO ആണ്. ഓക്കെ. ഇവരെ വർക്ക് വിത്ത് ഡോക്ടേഴ്സ്. യെസ്, വെരി ഗുഡ്. പേഷ്യൻസിനെ കംഫോർട്ടബിൾ ആക്കുക എന്നതാണ് അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അറേഞ്ചിങ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്, ആംബുലൻസ് സർവീസസ്, വാൻ സർവീസസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് PRO ആണ്. ഓക്കെ. ദെൻ ഇമോഷണൽ ബാക്കപ്പ്. പേഷ്യൻസിന്റെ ഇമോഷണൽ ബാക്കപ്പ് സപ്പോർട്ട്സും കൊടുക്കുന്നു. ദെൻ അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടി കൃത്യമായി രേഖപ്പെടുത്തുന്നു. ദെൻ അവരുടെ ചികിത്സ അവിടെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള എന്താണ് സപ്പോർട്ട് PRO നൽകുന്നു. ഓക്കെ. Then coordinating with physicians and other healthcare professionals. എന്താണ്? ആരോഗ്യകരുടെ സന്ദർശന വേളകളിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നുണ്ടെന്ന് അവിടെ ചെക്ക് ചെയ്യുന്നത് PRO ആണ്. മെയിൻറ്റെയിൻ എക്സാം റെക്കോർഡ്സ്. പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡ്സുകളും ഫിസിഷ്യൻ, നഴ്സസ്, അതർ സ്റ്റാഫുകളുടെ എല്ലാ എക്സാക്ട് റെക്കോർഡ്സുകളും അതായത് പേഷ്യൻസിനെ മീറ്റ് ചെയ്യുന്ന എല്ലാ റെക്കോർഡ്സുകളും മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്നതും PROന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. ഓക്കെ. കംപ്ലൈൻസ്, പേഷ്യൻസ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിന്റെ കംപ്ലൈൻസ്, കൺസേൺസ് ഒക്കെ ഡീൽ ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതും PRO ആണ്. പിന്നെന്താണ്? മേക്കിംഗ് പേഷ്യൻസ് അവെയർ ഓഫ് ഹെൽത്ത് സർവീസ് ഫെസിലിറ്റീസ്. ഏതെല്ലാം ചികിത്സാ പദ്ധതികളാണ് അവിടെ, ഏതെല്ലാം ഹെൽത്ത് സർവീസ് ഫെസിലിറ്റീസ് ആണ് അവിടെ ഉള്ളതെന്ന് പേഷ്യൻസിന് ഒരു അവയർനെസ് കൊടുക്കുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് കൺവേ കംപ്ലൈന്റ്സ്, പ്രോബ്ലം ഓർ അപ്രോപ്രിയേറ്റ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസോ കംപ്ലൈന്റ്സോ ഉണ്ടെങ്കിൽ അത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്ട്സുകൾ, പേഷ്യൻസോ സ്റ്റാഫുകളോ തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സുകൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് PRO ആണ്. ഓക്കെ. Collect data information about patients' feedback and make recommendation appropriately. പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുകയും എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് മെച്ചപ്പെടുത്തേണ്ടത് ആവശ്യമെങ്കിലുള്ള കാര്യങ്ങൾ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഓക്കെ. ദെൻ അറിയാത്തവർക്ക് അൺനോൺ പേഷ്യൻസിന് എന്താണ് പോളിസീസും പ്രൊസീജിയേഴ്സും എന്തെല്ലാം സർവീസുകളാണെന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ നൽകുന്നു. Then monitoring, analyzing the patient's rights and responsibilities. എന്താണ്? പേഷ്യൻസിന്റെ രോഗിയുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ. ഓക്കെ ആണോ നിങ്ങൾ? PROന്റെ ഡ്യൂട്ടീസില് ക്ലിയർ ആണോ? ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ. വ്യക്തമായി മനസ്സിലായോ PROന്റെ ഡ്യൂട്ടീസ്? ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ.
അപ്പൊ നമ്മളുടെ ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്സ് കംപ്ലീറ്റഡ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ്സ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 13 വെന്റിലേറ്റർ. ചാപ്റ്റർ 13 വെന്റിലേറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ എടുത്തു വെക്കണമെന്ന്. നിങ്ങൾക്ക് ചിലപ്പോ ചാപ്റ്റർ നമ്പർ വ്യത്യാസം ഉണ്ടായിരിക്കാം. നിങ്ങൾ പേര് നോക്കിയിട്ട് എടുക്കും കേട്ടോ. വെന്റിലേറ്റർ. ഓക്കെ. എല്ലാവരും എടുത്തോ, ചാപ്റ്റർ എടുത്തോ. നിങ്ങൾ ചാപ്റ്ററിന്റെ പേര് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. വെന്റിലേറ്റർ. നിങ്ങളുടെ ടെക്സ്റ്റിൽ വെന്റിലേറ്റർ എന്നൊന്നും ഭാഗമില്ലേ? ഒരു ചാപ്റ്റർ കാണുന്നില്ലേ? പേര് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അത് ചിലവരിൽ ചാപ്റ്റർ 30 ആയിട്ട് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കണ്ടു. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് നോക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ. ഓക്കെ, കയ്യിലെടുത്തോ എല്ലാവരും. അപ്പൊ എന്താണ് വെന്റിലേറ്റർ? ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. A medical ventilator is an equipment that assists lungs work. എന്താണ്? A medical ventilator is an equipment that assists the lungs work. It can be a life-saving machine. Can be a life-saving machine if the patient is in a condition that makes it hard to breathe properly or when cannot breathe at all. A ventilator helps to pump air in and out of the lungs so the body can get the oxygen it requires. The patient may wear a 50 mask to help get oxygen from the ventilator into the lungs. Or if the patient's condition is more critical, a breathing tube may be pressed down to the throat to supply lungs with oxygen. എന്താണ് ഒരു മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത്? ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ലങ്സിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒരു ഉപകരണമാണെന്ത്? വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വെന്റിലേറ്റർ. ഓക്കെ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്? ഇതൊരു ലൈഫ് സേവിങ് മെഷീൻ ആണ് അല്ലെ. ലൈഫ് സേവ് ചെയ്യുന്ന ആ ലാസ്റ്റ് മൊമെന്റില് ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത്? വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിൽ നിന്ന് ആളെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കാനും ചാൻസസ് ഉണ്ട്. ഓക്കെ. അത് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കാം അതിന്റെ റിസൾട്ടുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രോഗിക്ക് ശരിയായിട്ട് ശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അല്ലെ, സ്വന്തമായി ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ ഒരു വെന്റിലേറ്ററിന്റെ സാന്നിധ്യം പൂർണ്ണമായും ആവശ്യമായി വരുന്നത്. രോഗിക്ക് ശരിയായി ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യന്ത്രമായിട്ടാണ് വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നത്.
ഓക്കെ അല്ലേ? ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്? വെന്റിലേറ്റർ ഹെൽപ്സ് ടു പമ്പ് എയർ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് സോ ദ ബോഡി ക്യാൻ ഗെറ്റ് ഓക്സിജൻ ഇറ്റ്സ് റിക്വയർസ്. എന്താണ്? ശ്വാസകോശത്തിനകത്തും പുറത്തും വായു പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, എയർ ഫ്ലോ പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെന്റിലേറ്റർ സഹായിക്കുന്നത്. ശ്വാസകോശത്തിനകത്തും പുറത്തുമായിട്ട് വായു പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, എയർ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നത്, സഹായിക്കുന്നത്. അപ്പോ ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നത്. ഓക്കെ. The patient may wear a 15 mask to help get oxygen from the ventilator into the lungs. എന്താണ് പറയുന്നത്? വെന്റിലേറ്ററിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ എത്തിക്കാനായിട്ട് രോഗിക്ക് അനുയോജ്യമായിട്ടൊരു ബിഫ്റ്റിംഗ് മാസ്ക്, അല്ലെ, ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിഫ്റ്റിംഗ് മാസ്ക് ഉപയോഗിക്കുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ മാസ്ക് വെക്കുന്നത്? ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ പറഞ്ഞു, ടൈമിൽ മാസ്കിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു ബിഫ്റ്റിംഗ് മാസ്ക്, യെസ്, ആ മാസ്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്സിജൻ എത്തിക്കാൻ വേണ്ടിയിട്ട് രോഗിക്ക് ഒരു അനുയോജ്യമായ മാസ്ക് ധരിക്കുന്നു. അല്ലെ? ഇനി രോഗിയുടെ അവസ്ഥ, പേഷ്യന്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷൻസ് ക്രിട്ടിക്കൽ ആവുന്ന ടൈമില് എന്ത് ചെയ്യുന്നു? ഈ മാസ്കിന്റെ ഉപയോഗം പറ്റില്ല. അതിന് പകരം എന്താണ്? ഒരു ട്യൂബ്, അല്ലെ, ബ്രീത്തിങ് ട്യൂബ് മേ ബി പ്രസ്ഡ് ഡൗൺ ടു ദ ത്രോട്ട് ടു സപ്ലൈ ലങ്സ് വിത്ത് ഓക്സിജൻ. എന്താണ്? രോഗിയുടെ അവസ്ഥ കൂടുതൽ ക്രിട്ടിക്കൽ ആവുന്ന ഒരു സമയത്ത് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്വസന ട്യൂബ്, അല്ലെ, ഒരു ബ്രീത്തിങ് ട്യൂബ് കടത്തിവിടുന്നു. തൊണ്ടയിലേക്ക് അമർത്തി അകത്തേക്ക് കടത്തി വിട്ടിട്ടാണ് ഓക്സിജന്റെ ലഭ്യത അവര് ഉറപ്പുവരുത്തുന്നത്. ഓക്കെ. അതായത് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെന്റിലേറ്ററിന്റെ ഒരു കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ എന്താണ്? ആ ബ്രീത്തിങ് മാസ്ക് കണ്ടീഷൻ ക്രിട്ടിക്കൽ ആവുന്ന സമയത്താണ് എന്ത് ബ്രീത്തിങ് ട്യൂബ് തൊണ്ടയിലേക്ക് അമർത്തുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ഒരു വെന്റിലേറ്റർ എന്ന് പറഞ്ഞാല്? മെഡിക്കൽ ventilator is an equipment that assists the lungs work. ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തിനെ സഹായിക്കുന്ന ഉപകരണമാണ് എന്ത്? വെന്റിലേറ്റർ. ഓക്കെ. അതായത് രോഗിക്ക് ശരിയായി ശ്വസിക്കാൻ കഴിയാത്ത ടൈമിലാണ് വെന്റിലേറ്ററിന്റെ സാന്നിധ്യം ആവശ്യമായി വരുന്നത്. അതായത് രോഗിയുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു ലൈഫ് സേവിംഗ് മെഷീനിലെ ജീവൻ രക്ഷിക്കുന്ന ഒരു യന്ത്രമായിട്ടാണ് വെന്റിലേറ്റർ പ്രവർത്തിക്കുന്നത്. ശ്വാസകോശത്തിനകത്തും പുറത്തുമായിട്ട് എന്താണ്? വായു പമ്പ് ചെയ്യുക എന്നതാണ് വെന്റിലേറ്ററിന്റെ ധർമ്മം. ശ്വാസകോശത്തിന് അകത്തും പുറത്തുമായിട്ട് വായു പമ്പ് ചെയ്യുന്നതാണ് വെന്റിലേറ്റർ സഹായിക്കുന്നത്. അതിനാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നു. ഇനി വെന്റിലേറ്ററിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ എത്തിക്കാനായിട്ട് വേണ്ടിയിട്ട് രോഗിക്കൊരു അനുയോജ്യമായിട്ടുള്ള ബിഫ്റ്റിംഗ് മാസ്കുകള് ധരിക്കാം. ഓക്സിജൻ എത്തിക്കാനായിട്ട് രോഗിക്ക് അനുയോജ്യമായിട്ടുള്ള ബിഫ്റ്റിംഗ് മാസ്ക് ഉപയോഗിക്കാം. ദെൻ കണ്ടീഷൻസ് മോശമാകുന്ന ടൈമിലാണ് ബ്രീത്തിങ് ട്യൂബ്സുകള് തൊണ്ടയിലേക്ക് കയറ്റിവിടുന്നത്. രോഗിയുടെ കണ്ടീഷൻ മോശമാകുന്ന ടൈമിലാണ് ബ്രീത്തിങ് ട്യൂബ്സ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഓക്കെ. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഭാഗം നോക്കിയാണോ? ഇൻട്രൊഡക്ഷൻ എന്താണ് വെന്റിലേറ്റർ, എന്താണത് ചെയ്യുന്നത് മനസ്സിലായോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്. ഇനി
Okay, next ഭാഗം നോക്കാം. A ventilator is also known as by other names. ഇനി വെന്റിലേറ്ററിന് മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ബ്രീത്തിങ് മെഷീൻ എന്നും മെക്കാനിക്കൽ വെന്റിലേഷൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ബ്രീത്തിങ് മെഷീൻ എന്നും മെക്കാനിക്കൽ വെന്റിലേഷൻ എന്നും. ഓക്കെ, ക്ലിയർ ആണോ? Ventilator is also known as എന്താണ്? Breathing machine and mechanical ventilation. Okay. Some of the health conditions that may require ventilators. Some of the health conditions that may require ventilators. എന്താണ്? വെന്റിലേറ്റർ ആവശ്യമായി വന്നേക്കാവുന്ന അവസ്ഥകൾ അല്ലെ? ഏതൊക്കെ അവസ്ഥകളിലാണ്, ഏതൊക്കെ രീതിയിലാണ് രോഗിക്ക് വെന്റിലേറ്ററിന്റെ സാന്നിധ്യം ആവശ്യമായി വരുന്നത്? ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ അല്ലേ? Okay. Different types of health conditions can lead to difficulty in breathing. ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന ഏതൊക്കെ കണ്ടീഷൻസിലാണ് വെന്റിലേഷൻ സൗകര്യം ആവശ്യമായി വരുന്നത്? ഓക്കെ, ഫസ്റ്റ് എന്താണ്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ARDS. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. നോ, കേട്ടിട്ടില്ല. എന്താണ് അതൊരു? അതായത് ലങ്സ് വികസിക്കാത്ത ഒരു അവസ്ഥയാണ് അല്ലെ? അതായത് ഇറ്റ്സ് എ സീരിയസ് ലങ്സ് കണ്ടീഷൻ. ഇറ്റ്സ് എ സീരിയസ് ലങ്സ് കണ്ടീഷൻ ദാറ്റ് causes fluid to build up in the lungs. അതായത് ശ്വസന സഞ്ചികളില്, നമ്മുടെ ശ്വാസകോശ സഞ്ചികളില് എന്താണ്? ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുന്നു. ഒരു തരത്തിലുള്ള ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുമ്പോൾ ശ്വാസകോശത്തിന് വികസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അത്തരത്തിലുള്ള സിൻഡ്രോമാണ് എന്ത്? ARDMS എന്ന് പറയുന്നത്. നോട്ട് ചെയ്യാം. It's a serious lung diseases. Lung condition. ARDS is a serious lung condition that causes fluid to build up in the lungs. Fluid to build up in the lungs, comma, resulting in low blood oxygen levels. Resulting in low blood oxygen levels. Resulting in low blood oxygen level. This fluid build-up makes the lungs stiff and heavy. Lungs stiff and heavy. Stiff, STIFF, stiff and heavy, HEAVY, heavy. The fluid buildup makes the lungs stiff and heavy and reduce their ability to expand. Ability, ABLITY, ability to expand, EXPAND, expand. ഒന്നുകൂടി പറയാം. Acute respiratory distress syndrome, ARDS, is a serious lung
serious lung condition that causes fluid to build up in the lungs. Fluid to build up in the lungs, resulting in low blood oxygen. Resulting in low blood oxygen levels. This fluid buildup makes the lungs stiff and heavy. And reduces their ability to expand. എഴുതിയെടുത്തോ? എന്താണ് ARDS എന്ന് പറയുന്നത്? ശ്വാസകോശത്തിലെ ചെറിയ എയർ സഞ്ചികളില് ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് അടിഞ്ഞുകൂടുമ്പോൾ ശ്വാസകോശത്തിന് വീക്കം സംഭവിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ എന്താണ് അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഇവിടെ ശ്വാസകോശത്തിന് അവിടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ സ്റ്റിഫ് ആൻഡ് ഹെവി ആയിട്ടല്ലേ, ഭയങ്കര കട്ടിയുള്ളതായിട്ട് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ ശ്വാസതടസ്സം അനുഭവപ്പെടാം. രോഗിക്ക് വ്യക്തമായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതൊരു ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ത് ARDS എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസതടസ്സം, അതികഠിനമായിട്ടുള്ള ശ്വാസതടസ്സമാണ് ARDSന്റെ സ്പെഷ്യൽ സിംറ്റം എന്ന് പറയുന്നത്. ഇത് ബാധിച്ച ആരും തന്നെ എന്താണ് അതിജീവിക്കാനായിട്ട് ചാൻസസ് കുറവാണ്. ഇത്തരത്തിലുള്ള സിൻഡ്രോം ബാധിച്ച പേഷ്യൻസ് അതിജീവിക്കാൻ അല്ലെ രക്ഷപ്പെടാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഇതിന്റെ കണ്ടീഷൻ, പ്രധാന നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതായിരുന്നുള്ളൂ കേട്ടോ. അതിന്റെ പ്രധാന സിംറ്റംസ് എന്ന് പറഞ്ഞ എന്താണ്? ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആയിരിക്കും അല്ലെ, അതായത് കടുത്ത ശ്വാസതടസ്സം നേരിടുന്നു. അതുപോലെ തന്നെ എന്താണ്, വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം. പലതരത്തിലുള്ള സിംറ്റംസ് ആയിരിക്കാം ഓരോ പേഷ്യൻസിൽ കാണിക്കുന്നത്. എന്താണ്, ചിലപ്പോ എന്താണ് കടുത്ത ശ്വാസതടസ്സം ഉണ്ടായിരിക്കാം, വേഗത്തിലുള്ള ശ്വാസോച്ഛ്വാസം ഉണ്ടായിരിക്കാം. എന്താണ്, റാപ്പിഡ് ആൻഡ് ബ്രീത്തിങ് ഡാസ് നോട്ട് യൂഷ്വൽ, നല്ല രീതിയിലുള്ള ഒരു ശ്വാസമായിരിക്കില്ല അവര് പുറപ്പെടുവിക്കുന്നത്. ദെൻ കഫ്സ് ഉണ്ടാവും അല്ലെ, കഫ് ഉണ്ടാകാം. ദെൻ ചെസ്റ്റ് ഡിസ്കംഫർട്ട് ഉണ്ടാവും, നെഞ്ചിനകത്ത് ഡിസ്കംഫർട്ട്നെസ് ഉണ്ടായിരിക്കും. ദെൻ ഫാസ്റ്റ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് ആയിരിക്കും അല്ലെ, വളരെ സ്പീഡിലായിട്ടായിരിക്കും എന്ത് ഹാർട്ട് റേറ്റ് പോകുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള ടയേർഡ്നെസ് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളാണ്, അത്തരം സിംറ്റംസ് ആണ് ഈ ARDSൽ പ്രധാനമായും കാണപ്പെടുന്നത്. ഓക്കെ, എന്താണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് മനസ്സിലായോ? അതായത് ശ്വാസകോശത്തിലെ ചെറിയ എയർ സഞ്ചികളിലെ ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്താ, അസുഖമാണ് എന്താ ARDS എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പൊ ആ ഒരു കണ്ടീഷനിൽ എന്താണ്, വെന്റിലേറ്ററിന്റെ സംവിധാനം ആവശ്യമാണ്. എന്താണ്, കൃത്യമായ ബ്രീത്തിങ് തടസ്സം ഉണ്ടാവുന്നതിനാൽ തന്നെ വെന്റിലേഷന്റെ സൗകര്യം അവിടെ ആവശ്യമായി വരുന്നു. ഓക്കെ, then അല്ലേ, chronic obstructive pulmonary diseases with low oxygen saturation. Chronic obstructive pulmonary diseases, COPD, with low oxygen saturation. എന്താണ്, ഇതും ഒരു കോമൺ ലങ് ഡിസീസസ് ആണ്. ഓക്കെ, നിങ്ങൾ പറയുന്ന നോട്ട്സ് റഫ് നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം പോകുന്നത് ഓരോന്ന് പറയാൻ നിന്നാല്. എന്താണ് വെച്ചാൽ കോമൺ ഡിസീസസ് അല്ലെ, ലങ് ഡിസീസസ് കേസിംഗ് റെസ്ട്രിക്റ്റഡ് എയർ ഫ്ലോ ആൻഡ് ബ്രീത്തിങ് പ്രോബ്ലംസ്. അതും എന്ത് തന്നെയാണ്, എയർ പ്രോബ്ലംസ്, ബ്രീത്തിങ് പ്രോബ്ലംസ് തന്നെയാണ് എന്താ COPD എന്ന് പറയുന്നത്. ഇതിനെ എംഫീസീമ എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനെ സംടൈംസ് കോൾഡ് എംഫീസീമ. കേട്ടിട്ടുണ്ട് എംഫീസീമ ഓർ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന പല പേരുകളൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, എംഫീസീമ.
നമ്മള് തിയേറ്ററിലെ ഫസ്റ്റ് സിനിമ തുടങ്ങുന്ന ടൈമിൽ ഒരു പരസ്യം കാണാറില്ല, ഒരു അഡ്വർടൈസ്മെന്റ് കാണാറില്ലേ? കണ്ടിട്ടില്ല? അതിൽ ഈ ഒരു പദം കേട്ടിട്ടുണ്ടോ? എംഫീസീമ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, അപ്പൊ ഈ ഒരു അസുഖം ബാധിച്ചാൽ അവരുടെ ലങ്സ് ഡാമേജ്ഡ് ആകുന്നു. അതായത് പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് എന്താ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസസ് എന്ന് പറയുന്നത്. കോമൺ ലങ് ഡിസീസസ് കോസിങ് റെസ്ട്രിക്റ്റഡ് എയർ ഫ്ലോ ആൻഡ് ബ്രീത്തിങ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോ ആ ഒരു അവസ്ഥയിലും എന്താണ് വെന്റിലേഷന്റെ സൗകര്യം, അവിടെ വെന്റിലേഷന്റെ സാന്നിധ്യം ആവശ്യമായി വരുന്ന സിറ്റുവേഷൻ ആണ് എന്താ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസസ്. രോഗിക്ക് അതായത് ആ കണ്ടീഷൻ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ആസ്മ. ആസ്മ എന്താണ്? ആസ്മ എന്താണ്? ഡിഫിക്കൽറ്റി ടു ബ്രീത്ത് അല്ലെ? ആസ്മ എന്താണ്? ഡിഫിക്കൽറ്റി ടു ബ്രീത്ത്. ആസ്മ ഒരുപാട് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് എന്താണ് കൂടിക്കഴിഞ്ഞാൽ ആസ്മ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താണ് വെന്റിലേഷൻ സൗകര്യം ആവശ്യമായി വരുന്നു. ഓക്കെ, ശ്വാസം മുട്ട്. ദെൻ ബ്രെയിൻ ഇഞ്ചുറീസ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസോ ഒക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് ബ്രെയിൻ ഇഞ്ചുറീസ് ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ വെന്റിലേഷന്റെ സൗകര്യം ആവശ്യമായി വരുന്നു. ആൾക്ക് ബ്രീത്ത് ചെയ്യാനുള്ള നോർമൽ കണ്ടീഷൻ ആയിരിക്കില്ല പേഷ്യന്റിന് ഉണ്ടാവുന്നത്. അപ്പോ വെന്റിലേഷന്റെ സൗകര്യം അവിടെ ആവശ്യമായി വരുന്നു. ഓക്കെ, ദെൻ കാർഡിയാക് അറസ്റ്റ് അറിയാലോ. Then pneumonia related with viral or bacterial infections. Pneumonia related with viral or bacterial infections. എന്താണ് pneumonia? is a bacterial infections, lung infection അല്ലെ? ബാക്ടീരിയൽ ലങ് ഇൻഫെക്ഷൻ ആണ്. അതായത് എങ്ങനെയാണ് ഇത് ന്യൂമോണിയ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഏതൊക്കെ സിംറ്റംസ് ആണ് ന്യൂമോണിയ മനസ്സിലാവുന്നത്? ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഹൈ ഫീവർ ഉണ്ടായിരിക്കും അല്ലെ? കഠിനമായ പനി അല്ലെ? ഹൈ ഫീവർ ആൻഡ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്. ദെൻ എക്സ്ട്രീം ടയർഡ്നെസ്, ചെസ്റ്റ് പെയിൻ, ബ്രീത്തിങ് ഡീപ്ലി, അതികഠിനമായിട്ട് ശ്വാസം വലിച്ചെടുക്കുന്നു അല്ലെ? ബ്രീത്തിങ് ഡീപ്ലി ആൻഡ് സ്വെറ്റിംഗ്, നന്നായി വിയർക്കുന്നു, ആൻഡ് റാപ്പിഡ് ബ്രീത്തിങ്. ഇത്തരം സിംറ്റംസ് ആണ് എന്ത് ഒരു ന്യൂമോണിയ റിലേറ്റഡ് ന്യൂമോണിയയുടെ പ്രധാന സിംറ്റംസിൽ വരുന്നത്. ഏതെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മൂലമാണ് എന്താ ന്യൂമോണിയ എന്ന അസുഖം വരുന്നത്. അപ്പോ ന്യൂമോണിയ എന്തിനെയാണ് ബാധിക്കുന്നത്? ഏതവയവത്തെയാണ് ന്യൂമോണിയ ബാധിക്കുന്നത്? ഏതവയവത്തെയാണ്? യെസ്, ലങ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിലും എന്താണ് വെന്റിലേഷൻ സൗകര്യം ആവശ്യമായി വന്നേക്കാം. ഓക്കെ, കൊളാപ്സ്ഡ് ലെഗ്സ്. കൊളാപ്സ്ഡ് ലെഗ്സ് എന്താണ്? കൊളാപ്സ്ഡ് ലെഗ്സ് എന്ന് പറഞ്ഞാല് എന്താണ്? കൊളാപ്സ്ഡ് ലെഗ്സ് എന്താണ്? ബ്രേക്ക് വരുന്നത് അല്ലെ? ലങ്സിന് ബ്രേക്ക് വരുന്നത്. അതായത് ശ്വാസകോശത്തിന് ചുറ്റും അമിതമായിട്ടുള്ള പ്രഷർ അല്ലെ? ശ്വാസകോശത്തിന് ചുറ്റും അമിതമായിട്ടൊരു പ്രഷർ അടിഞ്ഞുകൂടുകയും ഇത് വായു പുറത്തേക്ക്, എയർ ഫ്ലോ പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് എന്താ കൊളാപ്സ്ഡ് ലെഗ്സ് എന്ന് പറയുന്നത് അല്ലെ? പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള ഒരു ചെസ്റ്റ് പെയിനും അതുപോലെ തന്നെ എന്താണ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഒക്കെ ആയിരിക്കും ഇതിന്റെ സിംറ്റംസ് ആയിട്ട് കാണുന്നത്. ശ്വാസകോശത്തിന് ചുറ്റും അമിതമായിട്ടുള്ള പ്രഷർ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്താണ് വായു പുറത്തേക്ക് വിടാനായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കൊളാപ്സ്ഡ് ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രോക്ക്. എന്താണ് സ്ട്രോക്ക്? സ്ട്രോക്ക് എന്താണ്? Damage to the brain അല്ലെ? Damage to the brain from interruption of its blood supply. Damage to the brain from interruption of its blood supply. Damage to the brain from interruption of its blood supply. പക്ഷാഘാതം.
അതായത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്താണ് ബ്ലഡ് പ്രവർത്തനങ്ങള് സ്റ്റോപ്പായി നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലെ. മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗത്തേക്കുള്ള രക്തവിതരണം അല്ലെ, നമ്മുടെ ബ്രെയിനിലേക്കുള്ള ഭാഗത്തേക്കുള്ള ഒരു രക്തവിതരണം താൽക്കാലികമായിട്ട് കുറയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്താ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ പിള്ളേരെ? യെസ്. ജോബിൽ ബോധമില്ലാത്ത അവസ്ഥ. കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്നസ്. കോമ ഓർ ലോ ഓഫ് കോൺഷ്യസ്നസ്. കോമ സ്റ്റേജ് ഓഫ് പ്രോലോങ്ഡ് ലോസ് ഓഫ് കോൺഷ്യസ്നസ് അല്ലെ. നീണ്ട കാലത്തേക്ക് ഓർമ്മ നശിക്കപ്പെടുന്ന, ഓർമ്മ ഇല്ലാതാവുന്ന ഒരു സ്റ്റേജ് ആണ് എന്ത് കോമ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് മിനിമൽ ആയിട്ടുള്ള ബ്രെയിൻ ആക്ടിവിറ്റീസ് ആയിരിക്കും അവിടെ നടക്കുന്നത്. ബ്രെയിനിന്റെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ അവിടെ നടക്കുന്നില്ല, അൺകോൺഷ്യസ് ആയിരിക്കും അല്ലെ. കോമ എന്ന് പറയുന്ന സ്റ്റേജ് എങ്ങനെയായിരിക്കും കോമ സ്റ്റേജ്? ഇസ് എ സ്റ്റേജ് ഓഫ് പ്രോലോങ്ഡ് ലോസ് ഓഫ് കോൺഷ്യസ്നസ്. പ്രോലോങ്ഡ് ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന അല്ലെ, ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ് കോമ എന്ന് പറയുന്നത്. അവിടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി എന്താണ് വളരെ സ്ലോ ആയിരിക്കും, മിനിമൽ ആയിട്ടൊരു ആക്ടിവിറ്റി ആയിരിക്കും ബ്രെയിനിന് അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷനിലും എന്താണ് വെന്റിലേറ്റർ സൗകര്യം ആവശ്യമായി വന്നേക്കാം. Then drug overdose. എന്താണ് ഡ്രഗ് ഓവർഡോസ്? അമിതമായ മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം എന്ത് സംഭവിക്കാം? മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം എന്ത് സംഭവിക്കാം? ലങ്സിനൊക്കെ എന്ത് സംഭവിക്കും? മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ നമുക്കൊന്നും സംഭവിക്കില്ല അല്ലെ. ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഒന്നും സംഭവിക്കില്ലായിരിക്കും. അതിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്തെല്ലാം ഡിസീസസ് ആണ്? ഏത് അവയവത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? ലങ്സിനെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ബാധിക്കുന്നത്. അപ്പൊ എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, മറ്റു രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, hypercapnic respiratory failure. Hypercapnic respiratory failure. എന്താണ് hypercapnic respiratory failure എന്ന് പറഞ്ഞാല്? എന്താണ് കേട്ടിട്ടുണ്ടോ ഈ അവസ്ഥയെ കുറിച്ച്? അതായത് ബ്ലഡിലെ ഓക്സിജന്റെ അളവ് കൂടുതലായിട്ടുള്ള സിറ്റുവേഷൻ. ബ്ലഡില് too much CO2 അല്ലെ, too much oxygen in the blood. Too much oxygen in the blood ആണ് എന്താ hypercapnic respiratory failure എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ബ്ലഡില് ഒരുപാട് ഓക്സിജന്റെ അളവിൽ വന്നാൽ എന്താ സംഭവിക്കുന്നത്? too much oxygen in the blood. ഓക്സിജന്റെ ലെവൽ എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കണം? ബ്ലഡില് നിങ്ങൾ ബ്ലഡ് ബാങ്ക് പഠിച്ചവരല്ലേ കുട്ടികളെ? ബ്ലഡ് ബാങ്ക് എന്ന ചാപ്റ്റർ പഠിച്ചല്ലേ? ഓക്കെ, പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ല അല്ലെ? ഓക്കെ, then lung infection. എന്താണ് lung infections? ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ലങ്സിന് ബാധിക്കുകയാണെങ്കിൽ എന്താണ് അത് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു ഘട്ടത്തില് വെന്റിലേറ്റർ സൗകര്യം ആവശ്യമായി
വന്നേക്കാം. ഓക്കെ, അണുബാധ, ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ, ശരീരത്തിലുണ്ടാകുന്ന ഏതെങ്കിലും അണുബാധ എന്താണ് ലങ് ഇൻഫെക്ഷൻസിന് കാരണമായേക്കാം. Then Myasthenia gravis. Myasthenia gravis. Myasthenia gravis എന്താണ്? Myasthenia gravis എന്ന് പറഞ്ഞാല് rapid fatigue of muscles. Rapid fatigue. FATIUGE. Rapid പേശികളിൽ ഉണ്ടാകുന്ന, നമ്മുടെ പേശികളിൽ ഉണ്ടാകുന്ന തളർച്ചയാണ് എന്ത്? മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. എന്താണ്? റാപ്പിഡ് ഫാറ്റിഗ് ഓഫ് മസിൽസ്. റാപ്പിഡ് ഫാറ്റിഗ് ഓഫ് മസിൽസ്, പേശികളിൽ ഉണ്ടാകുന്ന തളർച്ച. അതാണ് എന്ത്? മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? Then sepsis and infection in your blood. Sepsis and infection in your blood. Sepsis നിങ്ങൾ പഠിച്ചതാണല്ലോ. എന്താണ് sepsis എന്ന് പറഞ്ഞാല്? Sepsis എന്താണ്? Sepsis, widespread infection of the bloodstream. എന്താണ് മിസ് പഠിപ്പിച്ചല്ലേ sepsis എന്താണെന്നൊക്കെ? എന്താണ് മോസ്റ്റ് കോമൺ കേസ് ഓഫ് എന്ത് ഇൻഫെക്ഷൻ ആണ്? എന്ത് ഇൻഫെക്ഷൻ ആണ് സെപ്സിസ് എന്ന് പറഞ്ഞാല്? രക്തത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അല്ലെ, ബ്ലഡിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് എന്താ സെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് then upper spinal cord injuries. Upper spinal cord injuries. എന്താണ് upper spinal cord injuries? അതാണ് നമ്മുടെ സുഷുമ്നാ നാഡിയിൽ ഉണ്ടാവുന്ന പരിക്കുകൾ അല്ലെ. സുഷുമ്നാ നാഡിയിൽ ഉണ്ടാവുന്ന പരിക്കുകൾ എന്തൊക്കെയാണ്? പാരാലിസിസ്, പാരാലിസിസ്, then brain difficulties, then എന്താണ്? ഡെത്ത്. ഇതൊക്കെ എന്താണ്? സ്പൈനൽ കോഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടായാൽ ഡെത്ത് വരെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് സ്പൈനൽ കോഡിലെ ഇഞ്ചുറീസ് ഉണ്ടായാല്. പ്രീമെച്ചർ ലങ് ഡെവലപ്മെന്റ്. Premature lung development in babies. എന്താണ്? കുട്ടികളിലെ ശ്വാസകോശത്തിന്റെ വികസനക്കുറവ് അല്ലെ. എന്താണ്? ശ്വാസകോശം വികസിക്കാതെ, പൂർണ്ണ വളർച്ച എത്താതെ കുട്ടി വളർന്നിരിക്കാം, പക്ഷെ എന്താണ്? ശ്വാസകോശത്തിന് എന്താണ്? വളർച്ച, ലങ്സിന് വികാസം ഉണ്ടാകില്ല. അങ്ങനെ ലങ്സിന് വികസനം ഇല്ലാതെ നമ്മൾ അബോർഷൻസ് ഒക്കെ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? വളർച്ചയില്ലായ്മ, ലങ്സ് വികസിക്കാത്തതിനാലെ കുഞ്ഞിന് എന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനും കുഞ്ഞ് മരിക്കാനും ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എന്താണ്? വെന്റിലേറ്റർ സൗകര്യത്തിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ദീസ് ആർ ദ ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റേഴ്സ്. എന്താണ്? ഇത്തരം സാഹചര്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ, അവസ്ഥകൾ. വെന്റിലേറ്ററിന് ആവശ്യം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥകളാണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണോ നിങ്ങൾക്ക്? എടുക്കുന്ന ഭാഗം നല്ലോണം വായിക്കണം കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം. During surgery, ventilators are needed. During surgery, ventilators are needed. ശസ്ത്രക്രിയ നടക്കുന്ന ടൈമിൽ എന്താണ്? വെന്റിലേറ്ററിന്റെ ആവശ്യമാണ് അല്ലെ. എന്തുകൊണ്ടാണ് വെന്റിലേറ്റർ ആ സമയത്ത് ഉപയോഗിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് സർജറി പീരീഡിലെ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് അല്ലെ. വെന്റിലേറ്ററിന് സൗകര്യം ആവശ്യമാണ്. If given general anesthesia for a surgical procedure, he is required to be on ventilator while sleeping. അതായത്
ഒരു സർജറിയുടെ സമയത്ത് രോഗിക്ക് എന്താണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത് അല്ലെ? ഒരു സർജറിയുടെ സമയത്ത് രോഗിക്ക് ജനറൽ അനസ്തേഷ്യ നൽകുന്നു. അപ്പൊ ഉറങ്ങുമ്പോൾ എന്താണ്, ഇത് വെന്റിലേറ്ററിൽ തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത് അല്ലെ? ആ രോഗി ഉറങ്ങുന്ന ടൈമിൽ എന്താണ്, ആള് വെന്റിലേറ്ററിൽ തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടതും. ചില അനസ്തേഷ്യ മരുന്നുകൾ അല്ലെ, ചില അനസ്തേഷ്യ മരുന്നുകൾക്ക് ഉറക്കം പോലുള്ള അവസ്ഥയ്ക്ക് രോഗിക്ക് എന്താണ് ശ്വാസം എടുക്കുന്നത് ചില അനസ്തേഷ്യയുടെ ഡോസ് അനുസരിച്ചിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെന്റിലേറ്റർ സൗകര്യം സർജറിയുടെ പീരീഡ് ശസ്ത്രക്രിയ നടക്കുന്ന ടൈമില് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും വെന്റിലേറ്റർ സൗകര്യം ഉപയോഗിച്ചിട്ടുണ്ടോ? ഇൻ കേസ് എനി സർജറി പ്രോസസ്സിന് ഉണ്ടോ? ധന്യ റെനീഷ്, ധന്യ ഒന്ന് പറഞ്ഞോളൂ. ഓർമ്മയുണ്ടോ? അത് എക്സ്പീരിയൻസ് ഉണ്ടോ? ഹലോ. പറഞ്ഞോളൂ. എനിക്ക് ഹാർട്ടിന് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാർട്ടിൽ ഹോൾ ഉണ്ടായിരുന്നു. അപ്പോ ഹാർട്ടിന് അത് നമ്മളൊരു ഇത് വെച്ച് അടയ്ക്കും. അത് സർജറി കഴിഞ്ഞിട്ട് 6 മണിക്കൂർ വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു. മാസ്ക് ആയിരുന്നു, വെന്റിലേറ്റർ മാസ്ക് ആയിരുന്നു. ഉപയോഗിച്ചവർക്ക് അതിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ സർജറി ടൈമിലും എന്താണ് വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമാണ്. ഓക്കെ, വിത്ത് സർജറി ടൈം ആയാലോ? ഓക്കെ, നമുക്കിത് മതി. ഓക്കെ, അപ്പൊ എടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക കേട്ടോ. നിങ്ങൾ വായിച്ചു പോയില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുകയല്ല, ഇത് വായിച്ചു പോയില്ലെങ്കിൽ എക്സാമിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.